Hello children, welcome back to our English class. This is me, your Swami teacher. Last class we studied the gender. ഒരു നെയിമിംഗ് വേർഡ് കണ്ടിട്ട് അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾ അതൊക്കെ ഓർക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങളൊന്നുകൂടെ വായിച്ച് നോക്കി എഴുതി പഠിക്കണം കേട്ടോ. അത് എഴുതി പഠിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇനി നമ്മൾ next exercise, we are going to do the next exercise, that is the writing practice. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് writing practice ആണ്. So what is the question? Writing practice. Rewrite the story of the clever monkey in your own words in the space given below. Rewrite the story of the clever monkey in your own words in the space given below. അതായത് ആ താഴെ തന്നിരിക്കുന്ന ലൈനുകളിൽ ദ ക്ലെവർ മങ്കി എന്ന സ്റ്റോറി നിങ്ങളുടെ രീതിയിൽ എഴുതുക, നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. അപ്പോൾ ആക്ച്വലി നിങ്ങളാണ് അത് എഴുതേണ്ടത്. നിങ്ങൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് ടീച്ചർ അതിൻ്റെ ആൻസർ പറഞ്ഞു തരാം. ടീച്ചർ അതിൻ്റെ ആൻസർ നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് ടേക്ക് എ പെൻസിൽ. നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് എഴുതുന്നത്. വൺ മോർ തിങ് ടീച്ചർ ടോൾഡ് ദ ലാസ്റ്റ് ക്ലാസ് ടീച്ചർ ടോൾഡ് ദാറ്റ് ദിസ് നെക്സ്റ്റ് ക്ലാസ് വി വിൽ റൈറ്റ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ബി റെഡി വിത്ത് യുവർ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്. ടീച്ചർ അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? നമ്മുടെ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് 4 ലൈൻ ബുക്കാണ്. നമ്മൾ 4 ലൈൻ ബുക്കിൽ പെൻസിൽ വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നോട്ട് എഴുതാവുന്നതാണ്. ടീച്ചർ നോട്ട് പറഞ്ഞു തരും. അത് നിങ്ങൾ നോക്കി വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ രീതിയിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ടീച്ചർ തരുന്ന നോട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് കോപ്പി ചെയ്യണം. ഓക്കെ, വി ക്യാൻ റീറൈറ്റ് ദ സ്റ്റോറി ഓഫ് ദ ക്ലെവർ മങ്കി. ഇപ്പോൾ നമുക്ക് ക്ലെവർ മങ്കി എന്ന സ്റ്റോറി നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ടീച്ചർ വിൽ റീഡ് ദ സെൻറ്റൻസസ്. ടീച്ചർ സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, വൺസ് 2 hungry cats found a piece of bread. എന്താണ്? Once 2 hungry cats found a piece of bread. ഒരിക്കൽ 2 വിശന്ന് വലഞ്ഞ പൂച്ചക്കുട്ടികൾക്ക് ഒരു പീസ് ബ്രെഡ് കിട്ടി. Both of them fought for it. 2 പേരും അതിനു വേണ്ടി വഴക്കടിച്ചു. ഫോട്ട് എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കി. A monkey told them that he would help them to share it equally. ഒരു മങ്കി അവിടെ എത്തി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞാൻ ഈ ബ്രെഡ് ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ, ഈ ബ്രെഡ് ഈക്വലായി ഷെയർ ചെയ്യാനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു. ഹി ബ്രോക്ക് ദ ബ്രെഡ് ഇൻടു 2 unequal pieces. അവൻ എന്ത് ചെയ്തു? അവൻ ആ ബ്രെഡ് 2 unequal pieces ആയിട്ട് ഭാഗിച്ചു. 2 തുല്യമല്ലാത്ത ഭാഗങ്ങളായിട്ട് വീതിച്ചു. Then he took a bite from the bigger piece to make it equal. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ആ ബിഗർ പീസിൽ നിന്ന് ഒരു കഷ്ണം കടിച്ചെടുത്തു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് ചെറിയ വാക്കുകളിൽ ചെറുതായിട്ട് നമ്മൾ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുകയാണ് ഈ സ്റ്റോറി. Then he took a bite from the bigger piece to make it equal. But the other piece became bigger. അങ്ങനെ ഒരു കഷ്ണം, ഒരു ഭാഗത്തെ ലാർജർ പീസ് കടിച്ചെടുത്തപ്പോൾ മറുവശം ലാർജറായി, ഈ വശം ചെറുതായി. അതൊക്കെ ടീച്ചർ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നതാണ്. ബട്ട് ദ അതർ പീസ് ബിക്കെയിം ബിഗർ. ദിസ് കണ്ടിന്യൂഡ് ടിൽ ദർ വാസ് നോ ബ്രെഡ് ലെഫ്റ്റ്. ദിസ് കണ്ടിന്യൂഡ് മീൻസ് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ദിസ് കണ്ടിന്യൂഡ് ടിൽ ദർ വാസ് നോ ബ്രെഡ് ലെഫ്റ്റ്. അവിടെ ഒരു ബ്രെഡിൻ്റെ ഒരു കഷ്ണം പോലും അവശേഷിക്കാത്ത തരത്തിൽ അവനത് മുഴുവൻ കഴിച്ചു. അതായത് ആ ബ്രെഡ് അവൻ മുഴുവൻ കഴിച്ചു തീർത്തു. ദ ക്ലെവർ മങ്കി മെയ്ഡ് എ ഫൂൾ ഓഫ് ദ ഗ്രീഡി കാറ്റ്സ്. അങ്ങനെ നമ്മുടെ ബുദ്ധിമാനായ മങ്കി ആ അത്യാഗ്രഹികളായ പൂച്ചകളെ വിഡ്ഢിയാക്കി. ബുദ്ധിമാനായ മങ്കി അത്യാഗ്രഹികളായ പൂച്ചകളെ വിഡ്ഢിയാക്കി. അതാണ് കഥയുടെ ചുരുക്കം.
നെക്സ്റ്റ് എക്സസൈസ്, നെക്സ്റ്റ് ഈസ് വാല്യൂസ് ഫോർ ലൈഫ്. നെക്സ്റ്റ് ഈസ് വാല്യൂസ് ഫോർ ലൈഫ്. അപ്പോൾ ഈ കഥയിൽ നിന്നും നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്, എന്ത് മോറൽ? നമ്മൾ ആദ്യം മോറലിനെ പറ്റി സംസാരിച്ചു, കഥയിലെ മോറൽ എന്താണെന്ന് നമ്മൾ സംസാരിച്ചു. എന്ത് വാല്യൂ നമ്മൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്, നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എംപതി എന്നാണ്. എംപതി. എംപതി മീൻസ് മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കരുതുക. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ അത് നമ്മുടെ വിഷമം എന്ന രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായി വരിക. അതാണ് എംപതി എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സോ ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. അവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്യാൻ വി ചെക്ക് ദ ക്വസ്റ്റ്യൻ? നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. വാട്ട് വിൽ യു ഡു ഇഫ് യു സീ someone teasing animals in the zoo? What will you do if you see someone teasing animals in the zoo? ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ കാണുകയാണ്, നിങ്ങൾ മൃഗശാലയിൽ പോകുമ്പോൾ നിങ്ങൾ കാണുന്നു എന്ത്, മറ്റുള്ള കുറേ കുട്ടികൾ, മറ്റുള്ളവർ അവിടെ കിടക്കുന്ന ആനിമൽസിനെ കളിയാക്കുക. ടീസിങ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക. അങ്ങനെ കളിയാക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മൃഗശാലയിൽ സൂവിൽ പോകുമ്പം മറ്റുള്ള കുട്ടികൾ, മറ്റുള്ള ആളുകൾ ആ കൂട്ടിൽ കിടക്കുന്ന മൃഗങ്ങളെ കളിയാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്തു പറയും? 2 ഓപ്ഷൻസ് ആർ ഗിവൺ ദേർ. നിങ്ങൾക്ക് വേണ്ടി 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ആസ്ക് ദം നോട്ട് ടു ഡു സോ. ആസ്ക് ദം നോട്ട് ടു ഡു സോ. എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ ചെയ്യരുത് എന്ന് പറയുക. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവരോട് പറയുക. ഓപ്ഷൻ ബി, മൂവ് ഓൺ വിത്തൗട്ട് സേയിങ് എനിത്തിങ് ടു ദം. മൂവ് ഓൺ വിത്തൗട്ട് സേയിങ് എനിത്തിങ് ടു ദം. മൂവ് ഓൺ വിത്തൗട്ട് സേയിങ് എനിത്തിങ് ടു ദം എന്ന് വെച്ചാൽ എന്താണ്? അത് കണ്ടിട്ടും, നിങ്ങളത് കണ്ടിട്ടും ഒന്നും പറയാതെ, അതെൻ്റെ കാര്യമല്ല, അവരെന്തും ചെയ്യട്ടെ എന്ന് കരുതി മുന്നോട്ട് നടക്കുക. ഏത് നിങ്ങൾ സെലക്ട് ചെയ്യും? വിച്ച് വൺ യു സെലക്ട്? തിങ്ക് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ഓക്കെ ചിൽഡ്രൻ. നെക്സ്റ്റ് വൺ ഈസ് paste the picture of your favorite animal in your notebook. Paste the picture of your favorite animal in your notebook. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമലിൻ്റെ പിക്ചർ നോട്ട്ബുക്കിൽ പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി യു ഡോണ്ട് വാണ്ട് ടു ഡു ഇൻ ദ നോട്ട്ബുക്ക്. നിങ്ങളത് നോട്ട്ബുക്കിൽ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അത് റഫ് ബുക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആനിമലിൻ്റെ പിക്ചർ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. എവിടെ? നിങ്ങളുടെ റഫ് ബുക്കിൽ. ഓക്കെ. സോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ആനിമൽസിൻ്റെ പടമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു ആനിമലിൻ്റെ പടം വരച്ചാലും മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്ബുക്കിലല്ല, റഫ് ബുക്കിൽ ചെയ്താൽ മതി. ഓക്കെ ചിൽഡ്രൻ. അപ്പോൾ വി ഫിനിഷ്ഡ് അവർ ഫസ്റ്റ് ലെസൺ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് വി ആർ ഗോയിങ് ടു റൈറ്റ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാലോ? ഓക്കെ. പ്ലീസ് ടേക്ക് യുവർ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്, 4-line ബുക്ക് ആൻഡ് ഇംഗ്ലീഷ് നോട്ട്ബുക്ക്, യുവർ 4-line ബുക്ക് വിത്ത് യുവർ പെൻസിൽ. നിങ്ങൾ പെൻസിലും ഇംഗ്ലീഷിൻ്റെ നോട്ട്ബുക്കും എടുക്കുക. ഹാവ് യു ടേക്കൺ യുവർ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്? എല്ലാവരും ഇംഗ്ലീഷ് നോട്ട്ബുക്ക് എടുത്തോ? 4-line ബുക്ക് എടുത്തോ? എങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലെസൺ 1. ആദ്യം ലെസൺ 1 എന്ന് എഴുതുക. അതിനുശേഷം ലെസൺ നെയിം എഴുതുക. വാട്ട് ഈസ് അവർ ലെസൺസ് നെയിം? ദ ക്ലെവർ മങ്കി. നിങ്ങൾക്ക് കഴ്സീവ് റൈറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ കഴ്സീവ് റൈറ്റിങ്ങിൽ എഴുതണ്ട, സാധാരണ ലെറ്റേഴ്സിൽ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്ലീസ് റൈറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ വാട്ട് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്. Who found the piece of bread? Question number 1. Who found the piece of bread? Who found the piece of bread? Who found the piece of bread? Answer is 2 hungry cats found the piece of bread. 2 hungry cats found the piece of bread. ആരാണ്? വിശന്നു വലഞ്ഞ ആ 2 പൂച്ചകളാണ് ആദ്യം ഈ ബ്രെഡ് കണ്ടത്. Okay. Then
എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്? ടീച്ചർ ഈ ആൻസർ തന്നു കഴിയുമ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടെ നിങ്ങൾ ഈ ആൻസർ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുക. ഓക്കെ. Then the next question. What did the monkey promise to the cats? എന്താണ് അതിൻ്റെ അർത്ഥം? മങ്കി എന്താണ് പൂച്ചകളോട് പ്രോമിസ് ചെയ്തത്? എന്ത് വാഗ്ദാനമാണ് നൽകിയത്? ഇറ്റ്സ് ആൻസർ: The monkey promised to help the cats share the piece of bread equally. That's the answer. The monkey promised to help the cats share the piece of bread equally. Monkey എന്താണ് പ്രോമിസ് ചെയ്തത്? A piece of bread ഈക്വലായി ഷെയർ ചെയ്യാമെന്നാണ് മങ്കി ക്യാറ്റ്സിന് പ്രോമിസ് ചെയ്തത്. ആ ബ്രെഡ് ഈക്വലായി ഷെയർ ചെയ്യാമെന്നാണ് മങ്കി ക്യാറ്റ്സിന് പ്രോമിസ് ചെയ്തത്. Then the third question. What did the monkey do when one piece of bread became heavier? That's the question. What did the monkey do when one piece of bread became heavier? ഒരു ബ്രെഡ് പീസ് ഹെവിയറായി മാറിയപ്പോൾ അവനത് അൺഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഒരു പീസ് ഹെവിയറായി വന്നപ്പോൾ മങ്കി എന്താണ് ചെയ്തത്? സോ ഇറ്റ്സ് ആൻസർ ഈസ് the monkey bit off a large piece from the heavier piece of bread. The monkey bit off a large piece from the heavier piece of bread. മങ്കി എന്ത് ചെയ്തു? അവൻ ആ ഹെവിയർ പീസിൽ നിന്ന് ഒരു വലിയ കഷ്ണം കടിച്ചെടുത്തു. The monkey bit off a large piece from the heavier piece of bread. The monkey bit off a large piece from the heavier piece of bread. അപ്പോൾ ആ ഹെവിയർ പീസ് ഓഫ് ബ്രെഡിൽ നിന്ന് അവൻ ഒരു വലിയ കഷ്ണം കടിച്ചെടുക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? Then the question number 4. Did the cats get equal shares of the bread? Why? Did the cats get equal shares of bread? Why? അതായത് ആ പൂച്ചകൾക്ക് ഓരോ തുല്യമായിട്ട് ബ്രെഡ് കിട്ടിയോ? കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട്? ആ പൂച്ചകൾക്ക് തുല്യമായിട്ട് ബ്രെഡ് പീസസ് കിട്ടിയോ? എന്തുകൊണ്ട്? അപ്പം അതിൻ്റെ ആൻസർ ടീച്ചർ പറയാം. സോ വാട്ട്സ് ദ ആൻസർ? ആൻസർ: നോ, ദേ ഡിഡ് നോട്ട്. നോ, ദേ ഡിഡ് നോട്ട്. അവർക്ക് കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? എന്താണ്? The monkey bit off pieces from the larger pieces till there was no bread left. മങ്കി എന്ത് ചെയ്തു? The monkey bit off pieces from the larger pieces. മങ്കി ഓരോ പ്രാവശ്യവും ഈ ഒരു ഭാഗത്ത് നിന്ന് മങ്കി ഓരോ പ്രാവശ്യവും ബ്രെഡിൽ നിന്ന് കഷ്ണങ്ങൾ കടിച്ചെടുത്തുകൊണ്ടേയിരുന്നു. എപ്പോൾ വരെ? അവിടെ ബ്രെഡ് ഇല്ലാതാകുന്ന സമയം വരെ അവന് ആ ബ്രെഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പം മങ്കിയാണ് ആക്ച്വലി ബ്രെഡ് മുഴുവൻ കഴിച്ച് തീർത്തത്. അപ്പോൾ നമ്മുടെ പൂച്ചകൾക്ക് ബ്രെഡ് കിട്ടിയതേയില്ല. Then the last question. What did the monkey say to the cats in the end? What did the monkey say to the cats in the end? അവസാനം, ഇതിനെല്ലാം അവസാനം മങ്കി എന്താണ് ക്യാറ്റ്സിനോട് പറഞ്ഞത്? ഇതിനെല്ലാം അവസാനം മങ്കി എന്താണ് ക്യാറ്റ്സിനോട് പറഞ്ഞത്? So its answer: The monkey said to the cats that the bread was not meant for them. The monkey said to the cats that the bread was not meant for them.
അതായത് ആ ബ്രെഡ് അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നു എന്നാണ് മങ്കി കാറ്റ്സിനോട് പറഞ്ഞത്. സോ there are 5 question answers. കുട്ടികളെ നിങ്ങൾക്ക് എഴുതാനായി 5 question answers ഉണ്ട്. അപ്പം നിങ്ങൾ ഓരോ ദിവസമായിട്ട് ഓരോ question answer പഠിക്കുക കേട്ടോ. നിങ്ങളുടെ സമയം എടുത്ത് പതുക്കെ എഴുതി പഠിച്ചാൽ മതി. ഓക്കെ ചിൽഡ്രൻ, ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു സ്റ്റഡി. പഠിക്കാൻ മറക്കരുത്. നിങ്ങൾ എല്ലാം കൂടെ വേഗം പഠിക്കണമെന്ന് ടീച്ചർ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സമയം എടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഓരോരോ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിക്കണം. സോ ഇൻ ദിസ് ലെസൺ വി ഹാവ് 4 blue words and 5 question answers. നമുക്ക് ഈ ലെസണിൽ 4 ബ്ലൂ വേർഡ്സും ഇമ്പോർട്ടൻറ്റ് വേർഡ്സും 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് പഠിക്കുക. എന്നിട്ട് തന്നെ TP ഇട്ട് നോക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ പേരൻസ് യു ക്യാൻ പുട്ട് ദ TP ഓൾസോ. നിങ്ങളെ ചീറ്റ് ചെയ്യാതെ താനെ നിങ്ങൾ TP ഒക്കെ ഇട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് സ്കൂളിൽ വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് TP ഒക്കെ ഇട്ട് ടീച്ചർ മാർക്ക് തരാം. So we can wind up today's session. We will meet you in the next class.